ഹലോ, ഹായ് മുത്തുമണിസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ മാസം മാറി ചെടി ട്ടോ. മാസം മാറി ചെടി എന്നാണ് നമ്മൾ ഇവിടെ പറയൽ. ഓരോ നാട്ടിൽ പല വിധത്തിലുള്ള പേരുകളായിരിക്കും. ഇത് മാസത്തിൽ ഇങ്ങനെ ഇല മാറും, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് കേട്ടോ. നിങ്ങളെ നാട്ടിലൊക്കെ എന്താണ് ഇതിന് ഈ ചെടിക്ക് പറയുന്ന പേരൊന്ന് പറയണം കേട്ടോ, കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ചെടിയാണ് കേട്ടോ ഈ ചെടി, മാസം മാറി ചെടി എന്ന് പറയും. അപ്പോൾ ഇത് ഈറ്റാൽ ഒരുപാട് പല വിധത്തിലുള്ള കളറിലുള്ള ചെടികളും എനിക്ക് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഇങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ നടുന്നത് നിങ്ങൾക്ക് കാണേണ്ട ആവശ്യമില്ല, ഞാൻ സ്ഥിരമായിട്ട് ഓരോ വീഡിയോസിലും ഞാൻ എങ്ങനെയാണ് നടുന്നത് എന്നുള്ളതൊക്കെ ഞങ്ങൾ കാണിക്കുന്നതാണ്. അതുപോലെ ഈ ചെടി കിട്ടിയ സമയത്ത് എനിക്ക് എന്ത് ചെയ്തു, ഭയങ്കര സന്തോഷമായി. ഇതൊക്കെ നട്ട് പിടിപ്പിച്ച് വെച്ചിട്ടോ. എന്താ ഞാനിങ്ങനെ ഗ്രോ ബാഗിൽ വേഗം ചെടി കിട്ടിയപ്പം തന്നെ കുറച്ച് കവറ് വാങ്ങി ഇതിലേക്ക് ഇങ്ങനെ നട്ട് വെച്ചിട്ടോ. ഇനി ഉണ്ടായിട്ട് ഞാൻ എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ ഇങ്ങനെ കാണിച്ച് തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ ചെടികൾ കിട്ടിയതെന്ന് പറഞ്ഞാൽ ആനക്കാമ്പയിൽ ഞങ്ങൾ പെരുന്നാളിന് പോയിനല്ലോ. അപ്പം നമ്മളെ കുടുംബക്കാരെ വീട്ടിൽ നിന്നാണ് ഈ ചെടികളൊക്കെ കിട്ടിയത്. അവിടെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചേട്ടന്മാർ ക്രിസ്ത്യാനികളൊക്കെ വീട്ടിൽ ഇഷ്ടം പോലെ ചെടികളാണല്ലോ. നമ്മളെ മാതിരിയല്ല, ഒരു നന്നായിട്ട് ചെടിയൊക്കെ കൃഷിയൊക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ ഓരോ അടുത്തു നിന്നൊക്കെ ഞാൻ വാങ്ങിക്കൊണ്ടുവന്നതാണ്. പിന്നെ അതുപോലെ പല വിധത്തിലുള്ള റോസകളുണ്ട്, എല്ലാം ഞാൻ നട്ട് പിടിപ്പിച്ചിന്. ഇനി നമുക്ക് ഞാൻ ഉണ്ടായിട്ടൊന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നട്ടാൽ ഇങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യൽ. ചെടികളൊക്കെ നട്ട് വെച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, ഒരു തണലത്ത് കൊണ്ടുപോയി വെക്കും. നമ്മളെ വീടിൻ്റെ പിറകു വശത്താണ് ഞാൻ സാധാരണ നട്ട് പിടിപ്പിച്ചാൽ വെക്കൽ കേട്ടോ. ഇതുപോലെ ഇങ്ങനെ നട്ട് പിടിപ്പിച്ച് പിന്നെ ഉണ്ടായി വന്നതിൻ്റെ ശേഷമാണ് ഇതിൻ്റെ ഒക്കെ സ്ഥാനത്തേക്ക് ഞാൻ മുൻഭാഗത്തേക്ക് കൊണ്ടുപോയി വെക്കൽ. എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇങ്ങനെ നട്ട് പിടിപ്പിച്ചതല്ല, പിന്നെ ഇങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്ന് വെക്കണതാണെന്ന്. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. പൈസ കൊടുത്ത് വാങ്ങുക എന്നുള്ളത് എനിക്ക് അത്ര വലിയ താല്പര്യം ഉള്ള ഒരാളല്ല കേട്ടോ. ഞാനിങ്ങനെ ഒരുപാട് ചെടികളൊക്കെ കണ്ടാൽ ആ വീട്ടുകാരോട് ചോദിക്കും, അപ്പോൾ ഒരു തരും, അത് ഞാൻ നട്ട് പിടിപ്പിക്കും. ഇതുപോലെ നട്ട് പിടിപ്പിച്ച് ഇങ്ങനെ വെക്കലാണ് സാധാരണ. അങ്ങനെ എൻ്റെ ചെടികളൊക്കെ ഒരു ഉഷാറിൽ തന്നെ ഉണ്ടായി വന്നിന് കണ്ടില്ലേ. ഈ ചെടികളൊക്കെ ഇതൊക്കെ ചെറിയ കമ്പാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. ഈ തുമ്പച്ചെടിയൊക്കെ ചെറിയ കമ്പ്, ആ കമ്പൊക്കെ ഞാൻ ഇതുപോലെ നട്ട് പിടിപ്പിച്ചിട്ട് ഇതേ കാണിച്ചു തന്നല്ലോ, പിറകു വശത്ത് കൊണ്ടുപോയി വെച്ചതാണ്, ഒരു തണലത്ത് കൊണ്ടുപോയി വെച്ച്. പിന്നെ അത് ഉണ്ടായി വന്നതിൻ്റെ ശേഷമാണ് ഞാൻ ഇതുപോലെ ഓരോന്നിൻ്റെതായിട്ടുള്ള സ്ഥാനത്ത് വെക്കൽ. ഇതൊക്കെ കണ്ടിട്ട് ഉഷാറായി വന്ന് നിറയെ പൂവുകൾ ഇട്ടിട്ടോ. പിന്നെ ഇതിനൊക്കെ അധികം വെള്ളം വേണ്ടാനും അധികം വെയിലും വേണ്ട. നല്ലോണം നമ്മൾ നോക്കി കൊണ്ടെടുക്കണം, എന്നാലേ ഇതിലൊക്കെ ഒരു തരം പുഴുവൊക്കെ വരും കേട്ടോ, ഇലകൾ തിന്നാൻ. അതൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കാം. ഇതൊക്കെ കണ്ടിട്ടപ്പോൾ ഉഷാറായിട്ടുണ്ടായത്. അതുപോലെ ഈ ചെടികളൊക്കെ ഹാങ്ങിങ് ചെടികളൊക്കെ ഉഷാറായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗി തന്നെ ഉണ്ടായിന്. ഇതൊക്കെ ഞാൻ ഇതുപോലെ നട്ട് പിടിപ്പിച്ച് വെച്ചുണ്ടാക്കിയതാണ്. പെട്ടെന്നൊരു സ്വാഭാവികമാണ്, ആർക്കും കണ്ടാൽ വിചാരിക്കും നമ്മൾ നട്ടതല്ല, നമ്മൾ ക്യാഷ് എടുത്ത് വാങ്ങിക്കൊണ്ടെന്നാണ് ഒരുപാട് ആൾക്കാരെ സംശയമാണ് കേട്ടോ അത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതുപോലെ നട്ട് പിടിപ്പിച്ചുണ്ടായതാണ് കേട്ടോ. ഞാനിങ്ങനെ നട്ട് പിടിപ്പിച്ചിട്ട് ഇനി ഉണ്ടായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് നമ്മളെ മാസം മാറി ചെടികൾ എങ്ങനെ ഉണ്ടെന്ന്. അതും ഇതുപോലെ സെറ്റ് ചെയ്യണം എന്നാണ് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം കേട്ടോ. ഓരോ ചെടികൾ ഉണ്ടാക്കണം എന്നുള്ളതാണ്. അപ്പം ഞാൻ എവിടെ പോയാലും ഒന്നും ഒഴിവാക്കൂല. എവിടുന്ന് കിട്ടിയാലും ഏത് തരവിധം ചെടികൾ കിട്ടിയാലും ഞാൻ കൊണ്ടുവരും. പിന്നെ ഞങ്ങൾ അവിടെ പോയ സമയത്ത് അവിടുന്ന് പുഴയിൽ നിന്ന് പെറുക്കിയ കല്ലുകളാട്ടോ. അതില്ലേ എന്ത് നല്ല ഭംഗിയില്ലേ. ഇതൊക്കെ കണ്ടിട്ട് അവിടെ ഇങ്ങോട്ട് പോരാൻ തോന്നില്ല, ഒരുപാട് പെറുക്കി പോരാനതാണ്. അപ്പോൾ എന്നെ മക്കൾ കളിയാക്കി, എന്തിനാണ് ഇതൊക്കെ പെറുക്കി പോണത്. എനിക്കിതൊന്നും അവിടെ ഒഴിവാക്കാൻ തോന്നില്ല. ഇതിനോടൊക്കെ നമുക്ക് പല ഉപകാരങ്ങളും ചെയ്യാനുണ്ടാവും. ഞാൻ മക്കളോട് പറഞ്ഞു നമുക്ക്. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. ഓക്കെ, ബൈ.